ഇന്ന് ഇവിടെ ഒരു സ്വാനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ പേപ്പറിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയാണ് സ്വാൻ. നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇതേപോലെ ഞാനൊരു പേപ്പർ എടുക്കുന്നത് A4 സൈസ് പേപ്പറാണ്. നേരെ ഇങ്ങനെ മടക്കുക. നമുക്ക് വലിയ സ്വാൻ വേണമെങ്കിൽ വലുതായിട്ട് മടക്കാം, ചെറിയ സ്വാൻ വേണമെങ്കിൽ അതേപോലെ മടക്കാം. ഇതിപ്പോൾ ഞാനിതിപ്പോൾ A4 സൈസ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്യണം. നടുക്ക് വെച്ച് കട്ട് ചെയ്യണം. ഇനി ആ നിറത്തിൽ വേണമെങ്കിലും കളർ എടുക്കാം. വൈറ്റാണ് സ്വാനിൻ്റെ നിറം. നമ്മൾ ഏത് കളറിൽ നമുക്ക് ടോയ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു A4 സൈസ് പേപ്പറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ നീളത്തിൽ തന്നെ മടക്കണം. പിറന്നു നോക്കണ്ട, റെക്റ്റാങ്കിളിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തല നമുക്ക് വരച്ചെടുക്കണം. അതിന് പെൻസിൽ വെച്ച് തല ഒന്ന് വരച്ചെടുക്കുക. ആദ്യം നമ്മൾ ഈ സൈഡാണ്, ഇവിടെയല്ല, ഈ സൈഡ് വേണം എടുക്കാൻ. മുറിഞ്ഞ ഭാഗം എടുക്കരുത്. ഈ സൈഡ് വേണം തലയുടെ ഭാഗത്ത് എടുക്കാൻ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളതിൻ്റെ ചുണ്ട് വരയ്ക്കുകയാണ്. ചുണ്ടൊന്ന് പരത്തി വരയ്ക്കണം. ചുണ്ട് വരച്ച് ഇനി തല വരയ്ക്കണം. തല ഇങ്ങനെ വരച്ചിട്ട് നമുക്കിങ്ങനെ എടുക്കാം. പിന്നെ ഇതിൻ്റെ ഭാഗം, തലയുടെ ഭാഗം, അത് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് വച്ചിരിക്കുന്ന സ്വാനാണെങ്കിലും അങ്ങനെ വരയ്ക്കാം. അതിൻ്റെ ഒന്ന് വിടർത്തി ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. അതിൻ്റെ ചുണ്ടിൻ്റെ താഴെ അതിൻ്റെ വയറിങ്ങനെ നീങ്ങിയിരിക്കണം. ആ രീതിക്ക് വേണം സ്വാന് വരയ്ക്കാൻ. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് ഇത്രയും കുറച്ച് ദൂരം നമുക്കതിൻ്റെ ഉടൽ വരയ്ക്കാം. ഇനി നമുക്ക് സ്കെയിൽ വെച്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക. സ്കെയിൽ വെച്ച് ഇങ്ങനെ നിറച്ച് വരച്ചു കൊടുക്കുക. നേരി പകുതിക്ക് നമുക്ക് വരച്ചെടുത്താൽ മതി. ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിൻ്റെ ചിറകിന് തൂവലും ഒക്കെ ആയിട്ട് കാണാനാണ്. ഇതേപോലെ വരച്ചു കൊടുക്കാം. വീണ്ടും വരച്ചു കൊടുക്കണം. ഒന്ന് വളച്ചെടുക്കാനുള്ള അതാണ്, പേപ്പർ വരച്ചെടുക്കാനുള്ളതാണ്. അത് നമ്മൾ കുറച്ച് ദൂരം അങ്ങ് വരച്ചു കൊടുക്കണം. വരയാൻ പാടില്ല. ഇത് വരയ്ക്കുമ്പോൾ നല്ല സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം. ഏത് അളന്നെടുത്ത് നമ്മൾ വരയ്ക്കുന്നതാണ് ഭാവിയിൽ നമുക്ക് ഉപയോഗം ചെയ്യും. ഇതിപ്പോൾ കുറേ വരവ് ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അങ്ങ് വരച്ചെടുക്കാം. ലാസ്റ്റിൽ കുറച്ച് മാത്രം മതി. ഇത്രയും മതി. ഇത്രയും നമ്മൾ ബാലൻസ് വെച്ചിട്ടേക്കണം. ഇവിടെ നമ്മൾ ഇടയ്ക്കൊന്ന് ഒരു വര വ്യത്യാസം വന്നിട്ടുണ്ട്, അതിനെ മായ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ആദ്യം നമ്മൾ തലയുടെ ഭാഗമാണ്. തലയുടെ ഭാഗം ഇങ്ങനെ മുകൾ വശത്തു നിന്ന് ഇങ്ങനെ എൻ്റെ ചുണ്ടിൻ്റെ അവിടെ വെച്ച്
അത് വിട്ട് കട്ട് ചെയ്യണം. ഈ സൈഡ് നമുക്ക് അപ്പർ സൈഡിൽ നമ്മൾ കണ്ണ് വരച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ ടേബിളിലൊക്കെ വയ്ക്കണമെങ്കിൽ നമുക്ക് 2 സൈഡിലും അതിന് കണ്ണും ചുണ്ടുമൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് വളച്ച് ഇങ്ങനെ വളച്ച് വെട്ടിക്കൊടുക്കും. ഇങ്ങനെ വരച്ചിട്ട് ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം അത്രയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഓരോ കട്ട് കൊടുക്കും. നമ്മൾ ഈ സൈഡ് നമുക്കിവിടെ ഒന്ന് ചുണ്ട് വരച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒന്ന് ഉറങ്ങുന്നതായിട്ട് ഒന്ന് വരച്ച് കൊടുത്താൽ എപ്പോഴും ഒരു തപസ് പോലെയാണ്. ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോന്നും സൂക്ഷിച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് അങ്ങറ്റം വരെ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ മിഡിലോട്ട് എത്തുമ്പോൾ ഒന്ന് ഓഫാക്കണം. പതുക്കെ വെട്ടിയാൽ മതി, സ്ലോയിൽ വെട്ടിയാൽ മതി. പിന്നെ അങ്ങറ്റം വരെ വെട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഇങ്ങനെ തന്നെ വച്ചേക്കണം. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് അടിവശത്തൂടെ മടക്കിയെടുക്കണം. ഇങ്ങനെ അടിവശത്തൂടെ മടക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ അല്പം ഒന്ന് വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇതിനെയാണ് ഒട്ടിക്കേണ്ടത്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ തല 2 പേപ്പറായിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. ഇവിടെ തല ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് ആദ്യം നമുക്കത് മുകൾവശത്ത് വെച്ച് വരയ്ക്കായിരുന്നു. ഫെവിക്രില്ലൊന്നും വേണ്ട, നമുക്ക് ഫെവിക്കോളും മതി, അല്ലെങ്കിൽ ഗമ്മും മതി. ചെറിയ ഓർഗാമി പേപ്പറായതുകൊണ്ട് നമ്മൾ ഈ സൈഡും ഇവിടെ അടിവശത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ സൈഡും അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം.
ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കതിനൊന്ന് ചപ്പിച്ചു കൊടുക്കാം.